everyone, welcome to the series of lectures of Bharatiya Sakshya Adhinayam conducted by L'Oxygen. I am Leanne Francis, a faculty of L'Oxygen. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കൺഫെഷൻ. അതായത് അഡ്മിഷൻ കഴിഞ്ഞ് വരുന്ന ടോപ്പിക്. അഡ്മിഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ലെക്ചറിൽ. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് കൺഫെഷനാണ്. സെക്ഷൻ 22 തൊട്ട് 24 വരെയുള്ള സെക്ഷൻസിലാണ് കൺഫെഷനെ പറ്റിയിട്ട് പറയുന്നത്. So we'll start with section 22. I'll just read out section 22 for you. Section 22 states that a confession made by an accused person is irrelevant in a criminal proceeding if the making of the confession appears to the court to have been caused by an inducement, threat, coercion or promise having reference to the charge against the accused person, proceeding from the person in authority and sufficient in the opinion of the court to give the accused person grounds which would appear to him reasonable for supposing making it would gain any advantage or avoid any evil of temporal nature in reference to the proceedings against him. അപ്പോൾ ഇത് കുറച്ച് വലിയൊരു ഡെഫിനിഷനാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പോൾ വിൽ ജസ്റ്റ് സ്പ്ലിറ്റ് ദി ഡെഫിനിഷൻ. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. ബേസിക് ആയിട്ട് സെക്ഷൻ 22 പറയുന്നത് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഇൻഡ്യൂസ്മെന്റ്, അതായത് ഒരാളെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ ത്രെട്ട്, ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ കോഴ്സ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ നമ്മൾ ഒരാളെ കൊണ്ടൊരു കൺഫെഷൻ അല്ലെങ്കിൽ ഒരു മൊഴി കൊടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫെഷൻ റെലവെൻ്റ് അല്ല എന്നാണ്, ആ ഒരു കൺഫെഷൻ ഇറെലവെൻ്റ് ആണെന്നാണ് സെക്ഷൻ 22ൻ്റെ അടിയിൽ പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 22 അട്രാക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവണം. ദി ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ആ ഒരു കൺഫെഷൻ കൊടുക്കുന്നത് എന്തെങ്കിലും ഇൻഡ്യൂസ്മെൻറ്റ്, ത്രെറ്റ് അല്ലെങ്കിൽ കോഴ്ഷൻ വഴിയായിരിക്കണം ഒരാൾ അല്ലെങ്കിൽ ഒരു അക്യൂസ് പേഴ്സൺ ആ ഒരു കൺഫെഷൻ കൊടുക്കുന്നുണ്ടത്. പിന്നെ സെക്കൻഡ് ഫാക്ടർ, ഈ ഇൻഡ്യൂസ്മെൻറ്റോ ത്രെട്ടോ അല്ലെങ്കിൽ കോഴ്ഷനോ ഒക്കെ വഴി ഇയാൾ കൊടുക്കുന്ന ഈ ഒരു കൺഫെഷൻ ഒരു അതോറിറ്റിയിലുള്ള ഒരാളിലേക്കായിരിക്കണം എന്ത് ചെയ്യുന്നത്, കൊടുക്കേണ്ടത്. അപ്പോൾ വെറുതെ റോഡിൽ കൂടെ പോകുന്ന ഒരാൾ എന്നെ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ച് ഞാനൊരു കൺഫെഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സെക്ഷൻ 22ൻ്റെ അടിയിൽ എന്താവില്ല, വാലിഡ് ആവില്ല. ഒരു അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാൾ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു പോലീസ് ഓഫീസർ, ഒരു ജഡ്ജ്, എനി അതർ പേഴ്സൺ ഫോർ ദാറ്റ് മാറ്റർ, അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാളിലേക്ക് ഈ ഒരു കൺഫെഷൻ പോകുമ്പോഴേ അത് സെക്ഷൻ 22ൻ്റെ അടിയിൽ ഇറെലവൻ്റ് ആയിട്ടൊരു കൺഫെഷൻ ആവുള്ളൂ. പിന്നെ തേർഡ് കണ്ടീഷൻ, അതായത് ഈ അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു കൺഫെഷൻ, ഈ ഇൻഡ്യൂസ്മെൻറ്റോ ത്രെറ്റോ കോഴ്ഷനോ ഒക്കെ വഴി ഈ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആൾ ഇങ്ങനൊരു കൺഫെഷൻ കൊടുത്താൽ അയാൾക്ക് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷൻ 22ൻ്റെ ഇടയിൽ അതൊരു ഇറെലവൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 കണ്ടീഷൻസും ഈക്വലി അട്രാക്ട് ചെയ്താൽ മാത്രമേ ഒരു കൺഫെഷൻ സെക്ഷൻ 22ൻ്റെ അടിയിൽ ഇറെലവൻ്റ് ആയിട്ടുള്ളൊരു കൺഫെഷൻ ആവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു ഒരു ഇൻഡ്യൂസ്മെൻറ്റോ ത്രെറ്റോ കോഴ്ഷനോ ഒക്കെ വഴി കൊടുക്കുന്ന ഒരു കൺഫെഷൻ ഇറെലവൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ കൊടുക്കുന്ന ഈ ഒരു കൺഫെഷനിൽ ത്രെറ്റോ ഇൻഡ്യൂസ്മെൻറ്റോ അല്ലെങ്കിൽ കോഴ്ഷനോ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഏതൊരു ഫാക്ടർ മൂലമാണോ ആ ഒരു ത്രെറ്റോ കോഴ്ഷനോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റോ വന്ന ആ ഒരു ഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൺഫെഷൻ എന്താവും, ഇറ്റ് വിൽ ബി റെലവെൻറ്റ് അഗൈൻ. ഇറ്റ് ഷൽ നോട്ട് ബി ഇറെലവെൻറ്റ് ഇഫ് ദാറ്റ് കൺഫെഷൻ, ത്രെറ്റ് ഓർ ഇൻഡ്യൂസ്മെൻറ്റ് ഇസ് റിമൂവ്ഡ്. ഇനി ഫർദർ മൂവിങ് ഫോർവേഡ് സെക്ഷൻ 22 വീണ്ടും പറയുന്നുണ്ട്, അതായത് സാധാരണഗതിയിൽ റെലവെൻ്റ് ആയിട്ടുള്ളൊരു കൺഫെഷൻ ഈ താഴെ പറയുന്ന 4 കാര്യങ്ങൾ കൊണ്ട് മാത്രം എന്താവില്ല, ഇറെലവെൻ്റ് ആവില്ല. ഫസ്റ്റ് തിങ്, അതായത് എന്തെങ്കിലും ഒരു പ്രോമിസ് ഓഫ് സീക്രസീൻ്റെ അടിയിൽ കൊടുക്കുന്ന ഒരു കൺഫെഷൻ, അതായത് ഞാൻ ഒരാളോട് പറയാണ്, ഞാനൊരു കാര്യം നിന്നോട് പറയാം, നീ ഇത് വേറൊരാളോടും പറയരുത്, അവിടെ ഒരു പ്രോമിസ് ഓഫ് സീക്രസി ഉണ്ട്. ആ ഒരു പ്രോമിസ് ഓഫ് സീക്രസീൻ്റെ അടിയിൽ കൊടുത്തൊരു കൺഫെഷൻ എന്താണ്, റെലവെൻ്റ് ആണ്. അതൊരു പ്രോമിസ് ഓഫ് സീക്രസീൻ്റെ ഉള്ളിൽ കൊടുത്തത് കൊണ്ട് മാത്രം അതൊരു ഇറെലവെൻറ്റ് കൺഫെഷൻ ആവില്ല. ഓക്കെ, അല്ലെങ്കിൽ എ കൺഫെഷൻ വിച്ച് വാസ് ഗിവൺ ബൈ എ പേഴ്സൺ വെൻ ഹി വാസ് ഡ്രങ്ക്, ഒരാൾ കുടിച്ച് അല്ലെങ്കിൽ സ്വബോധാവസ്ഥയിൽ അല്ലാത്തിരുന്ന സമയത്ത് ഒരു കൺഫെഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താവില്ല, അത് ഡ്രങ്ക്, അയാൾ സ്വബോധത്തിൽ കൊടുത്തതല്ല എന്നൊരു റീസൺ കൊണ്ട് മാത്രം അത് ഇറെലവെൻ്റ് ആയിട്ടുള്ളൊരു കൺഫെഷൻ ആവില്ല. തേർഡ് വൺ, അതായത് ഇഫ് ഇറ്റ് വാസ് മെയ്ഡ് ഇൻ ആൻസർ ടു ക്വസ്റ്റ്യൻസ് വിച്ച് ഹി നീഡ് നോട്ട് ഹാവ് ആൻസർഡ്, അതായത് ഒരാൾ ഉത്തരം പറയേണ്ടിയിരുന്നില്ലാത്തൊരു കാര്യത്തിന് അയാൾ ഉത്തരം പറഞ്ഞു പോയിരുന്നെങ്കിൽ അയാൾ ശരിക്കും അത് ആൻസർ ചെയ്യേണ്ട ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ അയാൾ എന്തൊരു റീസൺ കൊണ്ട്, ഫോർ സം റീസൺ ഹി ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, ആ ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രം, അതായത് എന്നോട് ആരും പറഞ്ഞില്ല, ഇത് ഞാൻ ആൻസർ ചെയ്യേണ്ട ഒരു കാര്യമല്ലായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു, ആ ഒരു റീസൺ കൊണ്ട് മാത്രം അത് എന്താവില്ല, അതൊരു ഇറെലവെൻറ്റ് കൺഫെഷൻ ആവില്ല. പിന്നെ ഫോർത്ത് വൺ, ഇഫ് ഇറ്റ് വാസ് മെയ്ഡ് അണ്ടർ ഇൻ കോൺസിക്വൻസ് ഓഫ് എ ഡിസെപ്ഷൻ പ്രാക്ടീസ് ഓൺ ആൻ അക്യൂസ് പേഴ്സൺ ഫോർ ദി പർപ്പസ് ഓഫ് ഒബ്റ്റെയിനിങ് ഇറ്റ്, അതായത് എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ച് പല കാര്യങ്ങളും, ഇപ്പം ഞാൻ ഒരാളോട് പറയാം, നീ ഇതെന്നോട് പറ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം,
അല്ലെങ്കിൽ ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് എന്തെങ്കിലും ഒരു ഡിസെപ്റ്റീവ് പ്രാക്ടീസ് വഴി ഏതെങ്കിലും ഒരാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസെപ്ഷൻ വഴിയാണ് ആ ഒരു കൺഫെഷൻ കൊടുത്തത് എന്നുള്ളൊരു ഒറ്റ റീസൺ കൊണ്ട് മാത്രം അതെന്താവില്ല, അതൊരു ഇറെലവൻറ്റ് കൺഫെഷൻ ആവില്ല. അപ്പോൾ സെക്ഷൻ 22 അടിയിൽ ഒരു കൺഫെഷൻ ഇറെലവൻറ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ത്രെറ്റോ കോർഷനോ ഇൻഡ്യൂസ്മെൻറ്റോ വഴി ഒരു അതോറിറ്റിയിലിരിക്കുന്ന ആളോട് ഒരു കൺഫെഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അതോറിറ്റിയിലിരിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സിൽ ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഈ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇയാൾക്ക് ഉണ്ടാകുന്ന മോശമായിട്ടുള്ളൊരു കാര്യം ഒഴിവാക്കി തരാമെന്നുള്ളൊരു കാര്യം മൂലം അത് പറഞ്ഞ് ഒരു അതോറിറ്റിയിലിരിക്കുന്ന ആളോട് എന്തെങ്കിലും ഒരു ത്രെറ്റോ ഇൻഡ്യൂസ്മെൻറ്റോ അല്ലെങ്കിൽ കോർഷനോ വഴി ഒരു കൺഫെഷൻ കൊടുത്താൽ മാത്രമേ അത് സെക്ഷൻ 22 അടിയിൽ ഒരു ഇറെലവൻറ്റ് കൺഫെഷൻ ആവുള്ളൂ. Now, the next section is section 23. No confession made to a police officer shall be proved as against a person accused of an offence. വളരെ സിമ്പിൾ ആയിട്ടൊരു സെക്ഷൻ ആണ്. നമ്മളൊരു പോലീസ് ഓഫീസറോട്, ഒരു പോലീസ് കസ്റ്റഡിയിൽ നമ്മളൊരു പോലീസ് ഓഫീസറോട് ഒരു കൺഫെഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തല്ല, അതൊരു വാലിഡ്, അതൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു കൺഫെഷൻ അല്ല. പക്ഷെ ഒരു പോലീസ് കസ്റ്റഡിയിൽ നമ്മളൊരു മജിസ്ട്രേറ്റിൻ്റെ പ്രസൻസിൽ നമ്മളൊരു കൺഫെഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊരു relevant confession out. Section 23 is very simple. If at all any person is giving any confession to a police officer in a police custody, it is irrelevant. But at the same time, if that confession is given to a magistrate in the police custody, then that confession will become a relevant confession. ഈ കേസിൽ തന്നെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു പോലീസ് ഓഫീസറോട് ഒരു കൺഫെഷൻ കൊടുക്കുകയാണ്. ആ ഒരു കൺഫെഷൻ്റെ ഭാഗമായിട്ട് ഇഫ് ദാറ്റ് കൺഫെഷൻ ലീഡ്സ് ടു ദി ഡിസ്കവറി ഓഫ് സം ഫാക്ട്, ആ ഒരു കൺഫെഷൻ ഏതെങ്കിലും ഒരു ഫാക്റ്റിൻ്റെ ഡിസ്കവറിയിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ മച്ച് ഓഫ് ദാറ്റ് കൺഫെഷൻ വിച്ച് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ദാറ്റ് ഫാക്ട് വിൽ ബിക്കം റെലവൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പോലീസ് ഓഫീസറോട് പറയാണ് ഞാനൊരു ക്രൈം ചെയ്തു, ഞാൻ അയാളെ കൊന്നു, ഞാൻ ആയുധം ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാണ്. ഓക്കെ, അപ്പോൾ ആ കൺഫെഷൻ്റെ ഭാഗമായിട്ട് ആ പോലീസ് ഓഫീസർ പോയിട്ട് ഈ എവിടെ നിന്നാണ് ഇത് കുഴിച്ചിട്ടു എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് പോയിട്ട് ആ ആയുധം കണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോ മച്ച് ഓഫ് ദാറ്റ് കൺഫെഷൻ ഇസ് റെലവൻറ്റ്. So that's all about section 23. Now we'll move to section 24. Next section is section 24. Section 24 states that when more persons than one are being tried jointly for the same offence and a confession is made by one of such persons affecting himself and other of such persons is proved, the court may take into consideration such confession as against such other person as well as the person who makes the confession. അപ്പോൾ section 24 പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരൊറ്റ സിംഗിൾ ഒഫൻസിന് വേണ്ടിയിട്ട് ഒന്നിച്ച് ട്രൈ ചെയ്യപ്പെടുന്ന സമയത്ത് ഒരാൾ അതിൽ ഒരു അക്യൂസ്ഡ് എന്ത് ചെയ്തു, അയാൾക്കെതിരെയും അയാളുടെ കൂടെയുള്ള ആളുകൾക്കെതിരെയും ഒരു കൺഫെഷൻ കൊടുത്തു, ഒരു മൊഴി കൊടുത്തു. അപ്പോൾ ഈ അക്യൂസ്ഡ് കൊടുത്ത ഈ കൺഫെഷൻ പ്രൂവ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാക്കി ആളുകളെയും കൂടി കോർട്ടിന് എന്ത് ചെയ്യുക, ബാക്കി ആളുകൾക്ക് കൂടി എഗെയിൻസ്റ്റ് ആയിട്ട് കോർട്ടിൻ്റെ കൺഫെഷൻ കൺസിഡർ ചെയ്യാം. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എയും ബിയും ഒന്നിച്ച് സിന്റെ മർഡറിന് വേണ്ടിയിട്ട്, അതായത് സി എന്ന വ്യക്തിനെ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യത്തിന് എനെയും ബിനെയും രണ്ടുപേരെയും ഒന്നിച്ച് ട്രൈ ചെയ്യുന്ന ഒരു കേസാണ്. അതിൽ എ പറയാണ്, എ ഒരു കൺഫെഷൻ കൊടുക്കുകയാണ്, ഞാനും ബിയും ഒന്നിച്ചാണ് സീനെ കൊലപ്പെടുത്തിയത്. പക്ഷെ ബി ഒന്നും പറയുന്നില്ല, എ മാത്രം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, ഞാനും ബിയും ഒന്നിച്ചാണ് സീനെ കൊലപ്പെടുത്തിയത്. ആ ഒരു ഫാക്ട് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബിക്ക് അഗേൻസ്റ്റും എന്ത് ചെയ്യാം, കോർട്ടിന് ആ ഒരു കൺഫെഷൻ യൂസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്മിഷനെ പറ്റിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു സെക്ഷൻ കൂടി അഡീഷൻ വരുന്നുണ്ട്, സെക്ഷൻ 25. Admissions are not conclusive proof of matters admitted, but they may operate as estoppels under the provisions hereinafter contained. ഈ സെക്ഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻസ് എന്തല്ല, കൺക്ലൂസീവ് പ്രൂഫ് അല്ല. കൺക്ലൂസീവ് പ്രൂഫ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഒരു അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവസാന തെളിവല്ല, പക്ഷേ അതെന്തായിട്ട് യൂസ് ചെയ്യാം, എസ്റ്റോപ്പലായിട്ട് യൂസ് ചെയ്യാം. അതായത് ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ ഇതേ കാര്യം മാറ്റി വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് എസ്റ്റോപ്പലായിട്ട് യൂസ് ചെയ്യാം. അതായത് ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നാളെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺട്രഡിക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് എന്നെ വേറൊരു കോൺട്രഡിക്റ്റ് ആയിട്ട് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു എസ്റ്റോപ്പലായിട്ട് അഡ്മിഷൻസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷേ അഡ്മിഷൻസ് കൺക്ലൂസീവ് ആയിട്ടൊരു പ്രൂഫ് അല്ല എന്നാണ് സെക്ഷൻ 25 പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്ഷൻ 22 തൊട്ട് 24 വരെ, അതായത് കൺഫെഷൻസ് കവർ ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും എടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ for the coming lectures. Thank you.